ഓക്കെ, നമ്മുടെ തേർഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമ്മുടെ ആൽക്കൈൻ ആണ്. കമ്പാരിറ്റീവ്ലി ചെറിയൊരു ഭാഗം. ഓക്കെ, വിച്ച് ഈസ് മോർ ക്ലോസ്ഡ് ഓർ മോർ ഐഡൻറ്റിക്കൽ വിത്ത് ആൽക്കീൻ. വേഗം പറയാൻ പറ്റും, നോക്കാം. ആൽക്കൈൻ നമ്മളൊന്ന് വർണ്ണിക്കുകയാണെങ്കിൽ, ആൽക്കൈൻ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റൂടാ? ആൽക്കൈൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദ വേ നമ്മൾ എങ്ങനെയായിരുന്നു ആൽക്കീനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. RC∼ ആർ എന്ന് പറയുന്നത് ഹൈഡ്രജനോ ആൽക്കൈഡ് ആവാം. അവിടെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ആർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഓർ ആൽക്കൈഡ് ആവാം. ഓക്കെ, ആർ മേ ബി ഹൈഡ്രജൻ ഓർ ആൽക്കൈഡ്. റെഡി. ഇനി ഇതിൻ്റെ മൊളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് കാർബണിൻ്റെ ഡബിൾ -2 ആയിരിക്കും ഹൈഡ്രജൻ ഉണ്ടാവുക. ഡബിൾ -2 കാർബണിൻ്റെ ഡബിൾ -2 ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. ഇതിലേറ്റവും ചെറിയ മെമ്പർ ഉണ്ടല്ലോ, ആൽക്കൈനിലെ ഏറ്റവും ചെറിയ മെമ്പർ, അയാളെ നമ്മൾ അസെറ്റ്ലീൻ എന്ന് വിളിക്കും. അസെറ്റ്ലീൻ, CH∼ അസെറ്റ്ലീൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡിലേക്ക് കടക്കും. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നോമൻക്ലേച്ചർ നമ്മൾ പറഞ്ഞാണ്, ഏത് ഐസോമറിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പറഞ്ഞാണ്. നോക്കണം, ഇതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ രണ്ട് പ്രിപ്പറേഷൻ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നു. ഒന്ന്, കാൽസ്യം കാർബൈഡിന് ഹൈഡ്രോലൈസ് നടത്തണം. അറിയാം, കാൽസ്യം കാർബൈഡ്, ഇതിനെ വിളിക്കുന്ന പേരാണ് കാൽസ്യം കാർബൈഡ്. ഈ കാൽസ്യം കാർബൈഡ് ഹൈഡ്രോലൈസ്ഡ് ആണ്. ഹൈഡ്രോലൈസിസ് നടത്തുന്ന സമയത്ത് 2 വാട്ടർ മോളിക്യൂളാണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കണം, ഈ കാൽസ്യം എന്ന് പറയുന്നതിൻ്റെ അകത്ത് Ca2+, ഇത് C2 2- ആണ്. വാട്ടറിൽ 2 OH- ഇവിടെ വരും. ഇവിടെ 2 OH-, വാട്ടറിൽ 2 OH- ഇവിടെ വരും, 2 H+ ഇയാളുടെ കൂടെ പോകും. അങ്ങനെ CaOH2 എന്ന് പറയുന്ന ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവും. അതിൻ്റെ കൂടെ CaOH2 എന്ന് പറയുന്ന ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവും. മെയിൻ പ്രൊഡക്റ്റ് ആയിട്ട് 2 കാർബണിൻ്റെ കൂടെ 2 ഹൈഡ്രജൻ വന്നിട്ട് C2H2 കിട്ടും. യു വിൽ ഗെറ്റ് CH∼ ഇതാണ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. കാൽസ്യം കാർബൈഡിനെ ഹൈഡ്രോലൈസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈതൈൻ എന്ന് പറയുന്ന അസെറ്റ്ലീൻ കിട്ടും. ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം പരിചയപ്പെടുത്തി തരാം. ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് പറയുന്നതാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളെ കാൽസ്യം കാർബണേറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യൂ, ചൂടാക്കും. കാൽസ്യം കാർബണേറ്റ് ചൂടാക്കിയാൽ അതിന് കാർബൺ ഡൈ ഓക്സൈഡ് ഇറങ്ങിപ്പോവും. റിയാക്ഷൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ അത് കാൽസ്യം ഓക്സൈഡായിട്ട് മാറും. ഈ കാൽസ്യം ഓക്സൈഡിനെ കാർബണിൻ്റെ ഒരു രൂപാന്തരമായ കോക്കുമായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഈ കാൽസ്യം ഓക്സൈഡ് കാർബണിൻ്റെ രൂപാന്തരമായ കോക്കുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ കാൽസ്യം കാർബൈഡായി മാറും. ഈ കാൽസ്യം കാർബൈഡിനെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഹൈഡ്രോലൈസ് ചെയ്യും. അപ്പോൾ അത് അസെറ്റ്ലീനായിട്ട് മാറും. ഈ ഒരു സീക്വൻസ് ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്, മനസ്സിലാക്കിയെന്നുണ്ടാവും. ഒന്നുമില്ല, ഞാനിവിടെ പറഞ്ഞത് കാൽസ്യം കാർബൈഡിനെ അസെറ്റ്ലീൻ ആക്കുന്ന രൂപമാണ് പറഞ്ഞത്. ഓക്കെ, അത് നമുക്ക് കാൽസ്യം കാർബണേറ്റിന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, അടുത്തത് ബീറ്റ എലിമിനേഷൻ ഓഫ് വിസിനൽ ഡൈഹാലൈഡ്. ബീറ്റ എലിമിനേഷൻ ഓഫ് വിസിനൽ ഡൈഹാലൈഡ്. വിസിനൽ ഡൈഹാലൈഡിനെ നമ്മൾ ബീറ്റ എലിമിനേഷൻ നടത്താൻ പോകാം. ബീറ്റ എലിമിനേഷൻ ഓഫ് വിസിനൽ ഡൈഹാലൈഡ്. വിസിനൽ ഡൈഹാലൈഡ് എടുത്ത് തന്നെ ബീറ്റ എലിമിനേഷൻ നടത്തണം. വിസിനൽ കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത വിസിനൽ ഡൈഹാലൈഡിനെ, ആൽക്കിൽ ചെയ്ത വിസിനൽ ഡൈഹാലൈഡിനെ ഡീഹാലജനേഷനാണ്. ആൽക്കൈൽ ഹാലൈഡിനാണ് ബീറ്റ എലിമിനേഷൻ നടത്തിയത്. ഇത് വിസിനൽ ഡൈഹാലൈഡിനെ ബീറ്റ എലിമിനേഷൻ നടത്തണം. ഞങ്ങൾ കാണിച്ചു തരാം, നോക്കണം. RCH(X)CH(X)R ആരാടത്? വിസിനൽ ഡൈഹാലൈഡ്. ബീറ്റ എലിമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആൽക്കോളിക് AOH സോഡമൈഡൊക്കെ ഉപയോഗിക്കാം. NCERT പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആൽക്കോളിക് AOH ഉപയോഗിക്കാമെന്നാണ്. അപ്പം നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഇത് ആൽഫ, ഇത് ബീറ്റ. ഇവിടുന്ന് ഹാലജനും ഇവിടുന്ന് എച്ചും പോവും. ആൽഫയിൽ നിന്ന് ഹാലജനും ബീറ്റയിൽ നിന്ന് എച്ചും പോവും. പറയടാ, RCH∼CXR. ഓക്കെ, ഒരു വിനൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. ഡബിൾ ബോണ്ടിൽ ഹാലജനുള്ള കോമൺ വിളിക്കുന്നവരാണ് വിനൈൽ ഹാലൈഡ്. ഇതിന് കുറച്ചും കൂടെ സ്ട്രോങ് ബേസ് ഉപയോഗിക്കാനാണ് NCERT പറയുന്നത്. സോഡമൈഡ് ഉപയോഗിക്കാനാണ്. കുഴപ്പമില്ല, സോഡമൈഡ് മാത്രം ഉപയോഗിച്ചാലും ഇത് നടക്കും. ആൽക്കോളിക് AOH മാത്രം ഉപയോഗിച്ചാലും നടക്കും. പക്ഷേ ടെക്സ്റ്റ് അങ്ങനെ എടുത്ത് പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് ബീറ്റ എലിമിനേഷൻ നടക്കൂടാ. എങ്ങനെ? ഇത് ആൽഫ, ഇത് ബീറ്റ. ഇവിടുന്ന് ഹാലജൻ പോവും, ഇവിടുന്ന് എച്ച് പോവും. അപ്പോൾ പറഞ്ഞിടാം എങ്ങനെ വരിക? RC∼CR യു വിൽ ഗെറ്റ് ആൽക്കൈൻ. ഓക്കെ, ഇതാണ് റിയാക്ഷൻ. പറഞ്ഞത് മനസ്സിലായത്. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാൻ നോക്കണം. എൻ്റെ കയ്യിൽ CH3, CH, Cl, CH2, Cl ഉണ്ട്. എൻ്റെ ചോദ്യം, ഇത് പ്രൊപ്പിലീൻ ഡൈക്ലോറൈഡ് ആണോ, പ്രൊപ്പിലീൻ ഡൈക്ലോറൈഡ് ആണോ, പ്രൊപ്പിലിഡീൻ ക്ലോറൈഡ് ആണോ?
ജെമിനിലാണോ വിസിനിലാണോ? ഇത് വിസിനിലല്ലേ, അപ്പോൾ പ്രൊപ്പിലീനാണോ പ്രൊപ്പിലീനാണോ വരിക? Propylene. So this is simply propylene dichloride. Okay, I can treat this with alcoholic AOH followed by sodamide. ഇത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ CLഉം EHും പോവും ഫസ്റ്റ്, പിന്നെ ഈ CLഉം പിന്നെ EHും പോവും. ഓക്കെ, അങ്ങനെ ഒരൊക്കെ കൂടെ പോയിട്ട് CH3 C ട്രിപ്പിൾ ബോണ്ട് CH നായി മാറും, പ്രൊപ്പൈനായി മാറും. ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചേട്ടാ നോക്കും. എൻ്റെ കയ്യിൽ ഏതുണ്ടടാ ഒരു വിസിനൽ ഡൈഹാലൈഡ് ഉണ്ട്. ഏത്? എത്തിലീൻ ഡൈക്ലോറൈഡ് ഉണ്ട്. ഈ എത്തിലീൻ ഡൈക്ലോറൈഡിനെ ഞാൻ ആൽക്കോളിക് AOHുമായി ട്രീറ്റ് ചെയ്തിട്ട് സോഡമയുമായി ട്രീറ്റ് ചെയ്ത് ഞാൻ എന്താ വരിക പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് HX 2 തവണ പോയിട്ട് അത് ആൽക്കൈനായിട്ട് മാറും, CH ട്രിപ്പിൾ ബോണ്ട് CH ആയിട്ട് മാറും. ഇതേ സാധനത്തിന് ഞാൻ സിങ്കാണ് ഉപയോഗിക്കണമെങ്കിലോ ഗ്രാനുലേറ്റഡ് സിങ്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 ഹാലജനാണ് പോവുക. ഇവിടെ പോയത് 2 HCl, ഇവിടെ പോയത് 2 ക്ലോറിനാ. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ആൽക്കീന. നേരത്തെ പറഞ്ഞല്ലോ ആൽക്കിൻ്റെ പ്രിപ്പറേഷനിൽ പറഞ്ഞു. മറ്റിടത്ത് കിട്ടുന്നത് ആൽക്കൈന, അത് ആൽക്കൈൻ്റെ പ്രിപ്പറേഷനാണ്. ഓക്കെ, സോ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ ഈസ് ഓവർ. ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ഒന്നും പറയാനില്ല. എക്സാക്ട്ലി ലൈക്ക് വാട്ട് ആൽക്കൈൻ. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ബോയിലിംഗ് പോയിന്റ് ഓഫ് യുവർ ട്രിപ്പിൾ ബോണ്ട്. അവിടെ ഒരു പൈ ബോണ്ട് കൂടെ അധികമായിട്ടുണ്ട്. സോ ബോയിലിംഗ് പോയിന്റ് ഓഫ് യുവർ ട്രിപ്പിൾ ബോണ്ട് വിച്ച് ഈസ് സിംപ്ലി ഗ്രേറ്റർ ദാൻ വാട്ട് ഡബിൾ ബോണ്ട് വിച്ച് ഈസ് സിംപ്ലി ഗ്രേറ്റർ ദാൻ വാട്ട് സിംഗിൾ ബോണ്ട്. ഇങ്ങനെ പറയാമെന്നേ ഉള്ളൂ. സൊല്യൂബിലിറ്റി ആണെങ്കിലും ഇങ്ങനെ തന്നെ വരാം, വോളിയം പോയിന്റ് ആണെങ്കിലും സൊല്യൂബിലിറ്റി ആണെങ്കിലും. ഓക്കെ, പൊളാരിറ്റി കൂടുന്തോറും വെള്ളത്തിൽ ലയിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുന്ന പറയാം. ഓക്കെ, ബാക്കി എല്ലാമേ ഒരേപോലെയാണ്. എങ്ങനെ ബ്രാഞ്ചിങ് കൂടിയ വോളിയം പോയിന്റ് കുറയും, കാർബൺ കൂടിയ വോളിയം പോയിന്റ് കൂടും, അങ്ങനെ. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒന്ന് അഡീഷൻ റിയാക്ഷൻ ഉണ്ട്. അഡീഷൻ ഞാൻ കാണിക്കാം. സെയിം ലൈക്ക് സിമിലർ വേണ്ട. ലൈക്ക് ആൽക്കൈൻ ഓൾസോ ഷോസ് ഇലക്ട്രോഫിലിക് അഡീഷൻ കാണിക്കും. ഓക്കെ, ബട്ട് ആൽക്കീൻ മോർ റിയാക്റ്റീവ് കാണിക്കും എന്ന് പറഞ്ഞെങ്കിൽ പോലും കൂടുതൽ റിയാക്റ്റീവ് ആരാണ്? ആൽക്കീനാണ്. ആൽക്കൈൻ അത്ര ഇല്ലെങ്കിലും കാണിക്കും. നോക്കാം, ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. CH3 C ട്രിപ്പിൾ ബോണ്ട് CH. ഇതിലോട്ടേക്ക് മക്കളെ ഞാൻ ക്ലോറിൻ ആഡ് ചെയ്തു. ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് വരെ അഡീഷൻ നടക്കും. അപ്പോൾ 2 സ്റ്റെപ്പിൽ അഡീഷൻ നടക്കും. ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് 2 തവണ വരും. അപ്പോൾ ഇവിടെ CL1 CL2 2 ബോണ്ട് ഉണ്ടല്ലോ ബ്രേക്ക് ചെയ്യാൻ, ട്രിപ്പിൾ ബോണ്ട് അല്ലേ, അത് കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്തിട്ട് 4 ക്ലോറിൻ വരും. അപ്പോൾ ഹാലോജനേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെട്രാഹാലൈഡ് പ്രൊഡക്റ്റ്. ഇതേ സമയം ഞാൻ വല്ല HX ആഡ് ചെയ്താൽ നോക്കിയേ, HBr HCl ഒക്കെ ആഡ് ചെയ്ത് നോക്കിയേ, ആദ്യം എന്ത് വരും? മാർക്കോണിക്കോയിൽ അഡീഷൻ നടക്കും. ഇവിടെ മാർക്കോണിക്കോ നടക്കും കേട്ടോ. ആദ്യം CH3 CBr ഡബിൾ ബോണ്ട് CH2 എന്നാവും. വീണ്ടും ഒരു HBr കൂടെ ആഡ് ആവും. ഇനി ആഡ് ആക്കുകയാണെങ്കിൽ സ്വമേധ ആഡ് ആവില്ല, നിങ്ങൾ ആഡ് ആക്കിയാൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ അതെന്തായിട്ട് മാറും? വീണ്ടും മാർക്കോണിക്കോൻ നടക്കും. അതേ പൊസിഷൻ തന്നെ, ഹൈഡ്രജൻ കുറഞ്ഞ ഭാഗത്ത് തന്നെ വീണ്ടും Br വരും. അപ്പോൾ ഇങ്ങനെയായിട്ട് മാറും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്രേ ഉള്ളൂ, ഹാലജനേഷൻ നടത്തി കഴിഞ്ഞാൽ ടെട്രാഹാലൈഡ് പ്രൊഡക്റ്റ് കിട്ടും. ഹൈഡ്രോ ഹാലജനേഷൻ നടത്തി കഴിഞ്ഞാൽ ജെമിനൽ ഡൈഹാലൈഡ് കിട്ടും. ജെമിനൽ ആൽക്കൈനിനെ ഹൈഡ്രോ ഹാലജനേഷൻ നടത്തി കഴിഞ്ഞാൽ ജെമിനൽ ഡൈഹാലൈഡ് പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, ഇതാണ് മെയിൻ 2 അഡീഷൻ റിയാക്ഷൻസ് പറയാനുള്ളത്. പിന്നെ NCERT കാലത്ത് പറയണത് എന്താ? പറഞ്ഞുതരാം. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ അഡീഷൻ റിയാക്ഷൻസ് പറഞ്ഞു. നമുക്ക് അസിഡിറ്റി പറയാനുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കും. അസിഡിറ്റി പറയാം. ട്രിപ്പിൾ ബോണ്ട് എന്താണ്? അസിഡിക് ആണ്. ഓക്കെ, അസിഡിറ്റി ഓഫ് ടെർമിനൽ ആൽക്കൈൻ. എൻഡിൽ ട്രിപ്പിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ടെർമിനൽ ആൽക്കൈൻ എന്ന് പറയാം. ടെർമിനൽ ആൽക്കൈനുകൾ പൊതുവെ ആൽക്ക് 19 എന്ന് പറയുന്ന ഫോർമാറ്റ് ആയിരിക്കും. ആൽക്ക് 19. ഈ ടെർമിനൽ ആൽക്കൈനിനെ അത് അസിഡിക്കാന്നാണ് പറയുന്നത്. അസിഡിക് എന്ന് പറഞ്ഞാൽ അയാൾക്ക് H+ വിട്ടുകൊടുക്കാനൊരു ടെൻഡൻസി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം. നോക്ക്,
എൻ്റെ കയ്യിലൊരു ഹൈഡ്രജൻ എവിടെ ഉണ്ടെന്ന് വിചാരിക്കും, ട്രിപ്പിൾ ബോണ്ടിലുണ്ടെന്ന് വിചാരിക്കും. ട്രിപ്പിൾ ബോണ്ടിൽ ഒരു ഹൈഡ്രജൻ ഉണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? SP ആണ്. SP എന്ന് പറയുന്നതിൻ്റെ ഹൈബ്രിഡൈസേഷൻ SP എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത, അയാൾ ഹൈലി ഇലക്ട്രോനെഗറ്റീവാണ്. എന്താണ് ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഷെയർ ചെയ്ത ഇലക്ട്രോൺ പെയറിനെ തൻ്റെ അടുത്തേക്ക് വലിച്ചെടുക്കാനുള്ള ഒരാളുടെ കഴിവിനെ പറയുന്ന പേരാണെന്ത്? ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇപ്പോൾ പറഞ്ഞു വന്നത് ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത് SP ആണെന്ന് പറഞ്ഞു, ഹൈലി ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറഞ്ഞു. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ? അയാൾ പങ്കിട്ട് കൊടുത്ത ഇലക്ട്രോൺ പെയറിനെ അയാളുടെ അടുത്തോട്ടേക്ക് വലിക്കാൻ അയാൾക്ക് ഭയങ്കര പവറായിരിക്കും. അയാൾ ഷെയർ ചെയ്ത ഇലക്ട്രോണാണ് ആരുമായിട്ട്? ഹൈഡ്രജനുമായിട്ട്. അത് വലിക്കാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയാം. ഡെഫിനറ്റ്ലി ട്രിപ്പിൾ ബോണ്ടിൽ ഒരു ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഇലക്ട്രോനെഗറ്റീവാണ്. ഈവൻ ഓക്സിജൻ്റെ അടുത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട് അയാൾക്ക്. എന്തായാലും ഈ പെയർ ഓഫ് ഇലക്ട്രോൺ നല്ലോണം വലിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇലക്ട്രോൺ ഇല്ലാണ്ട് പുറത്ത് പോവേണ്ടി വന്നിരിക്കും. ആര്? നമ്മുടെ ഹൈഡ്രജൻ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ടിലിരിക്കുന്ന ഹൈഡ്രജൻ പുറത്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. വിച്ച് മീൻസ് ആ കോമ്പൗണ്ട് H+ ഡൊണേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിന് അസിഡിക് എന്ന് പറയാൻ പറ്റും. സോ വൈ ദിസ് ഇസ് അസിഡിക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയേണ്ടത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് SP കാർബൺ എന്നുള്ള രീതിയിൽ അതിന് ആൻസർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ കമ്പാരിസൺ ഓഫ് അസിഡിറ്റി ഒക്കെ ചോദിക്കാറുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ഈഥൈൻ ഉണ്ടെന്ന് വിചാരിക്കും. കയ്യിൽ ഈഥീൻ ഉണ്ടെന്ന് വിചാരിക്കും. കയ്യിൽ ഈഥൈനും ഉണ്ടെന്ന് വിചാരിക്കും. ഇതിൻ്റെ അസിഡിറ്റി ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയുക? ഈസി ആയിട്ട് പറയാം. ഞാനിപ്പോൾ പറഞ്ഞത് ഹൈബ്രിഡൈസേഷൻ വെച്ചല്ലേ. ഇത് SP-ലുള്ള ഹൈഡ്രജൻ ആണെന്നും ഇത് SP2-ലുള്ള ഹൈഡ്രജൻ ആണെന്നും ഇത് SP3-ലുള്ള ഹൈഡ്രജൻ ആണെന്നുള്ളതാണല്ലോ വ്യത്യാസം. ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? ഹൈലി ഇലക്ട്രോനെഗറ്റീവ് കാർബണിൽ ഇരിക്കുന്ന ഹൈഡ്രജൻ ഈസിലി പുറത്തോട്ട് പോകും. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടാണല്ലോ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള, SP ആണല്ലോ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ്. സോ SP-യിൽ നിന്നും ആയിരിക്കും ഏറ്റവും ഈസി ആയിട്ട് ഹൈഡ്രജൻ പുറത്തോട്ടേക്ക് പോകുന്നുണ്ടാവുക. ഓക്കെ, റീസൺ ബോണ്ടിൻ്റെ മൾട്ടിപ്ലിസിറ്റി കൂടുമ്പോൾ, ട്രിപ്പിൾ ബോണ്ടായി മാറുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദ കാർബൺ ഇൻക്രീസ് ആവും. സ്വാഭാവികമായിട്ടും അതിന് H+ പോകാനുള്ള ചാൻസ് കൂടും. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ തരട്ടെ അസിഡിറ്റിയുടെ. നോക്കണം. ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഈഥൈൻ ഉണ്ട്, അസറ്റ്ലീൻ ഉണ്ട്. എൻ്റെ കയ്യിൽ പ്രൊപ്പൈൻ ഉണ്ട്, CH3C ട്രിപ്പിൾ ബോണ്ട് CH ഉണ്ട്. എൻ്റെ കയ്യിൽ ബ്യൂട്ടിഡുവൈൻ ഉണ്ട്. നിങ്ങൾ ഇതിൻ്റെ അസിഡിറ്റി എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ആൽക്കൈൻ അല്ലേ? ഇതല്ല. ഇത് മൂന്നും എന്താണ്? ആൽക്കൈനാണ്. ഏതാ മോർ അസിഡിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഫസ്റ്റ് വൺ മോർ അസിഡിക്, ദെൻ സെക്കൻഡ് വൺ, ദെൻ തേർഡ് വൺ. അതിൻ്റെ കാരണം ചോദിച്ചാൽ ഒന്നുമില്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞത് ട്രിപ്പിൾ ബോണ്ടിലുള്ള ഹൈഡ്രജൻ ആണല്ലോ അസിഡിക്. അങ്ങനെ രണ്ട് ഹൈഡ്രജൻ ട്രിപ്പിൾ ബോണ്ടിൽ ഇരിക്കുന്ന ഒരൊറ്റ കോമ്പൗണ്ടേ ഉള്ളൂ, അത് അസറ്റ്ലീനാ, അത് ഈഥൈനാ. ബാക്കി ഏത് നിങ്ങൾ എടുത്താലും ഒരു ഹൈഡ്രജനെ കിട്ടുള്ളൂ. ചിലതിലൊന്നും ഉണ്ടാവില്ല. ടെർമിനൽ ആൽക്കൈനിലെ ട്രിപ്പിൾ ബോണ്ടിൽ ഹൈഡ്രജൻ ഉണ്ടാവുള്ളൂ. എൻഡിൽ ട്രിപ്പിൾ ബോണ്ട് വന്നാൽ മാത്രമേ അതിൽ ഹൈഡ്രജൻ ഉണ്ടാവുള്ളൂ. ആ ഹൈഡ്രജനെ നിങ്ങൾക്ക് അസിഡിക് എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ആ ഹൈഡ്രജനാണ് SP കാർബണിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലെഫ്റ്റ് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് എനിക്ക് എന്താണ് വരുന്നത്? നമ്പർ ഓഫ് ട്രിപ്പിൾ ബോണ്ടഡ് ഹൈഡ്രജൻ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അസിഡിറ്റി കുറയും. കാരണം നമ്പർ ഓഫ് അസിഡിക് ഹൈഡ്രജൻ കുറഞ്ഞ അസിഡിറ്റി കുറയില്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിനൊരു പ്രൂഫൊക്കെ ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. സാധാരണ മെറ്റലുകളുമായിട്ടും മെറ്റൽ കോമ്പൗണ്ട്സുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യാൻ ആർക്ക് പറ്റും? ആസിഡിന് പറ്റും. അപ്പോൾ അതുപോലെ റിയാക്ഷൻ നമ്മളെ ട്രിപ്പിൾ ബോണ്ടിനും കാണിക്കാൻ പറ്റുന്ന പറയുന്നത്. അസിഡിക് ആണെന്നുള്ളതിനൊരു തെളിവാണ് പറയുന്നത്. നമ്മൾ ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള ടെർമിനലായിട്ടുള്ള ആൽക്കൈൻ സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ആ അസിഡിക് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് അത് പുറത്തോട്ടേക്ക് ലിബറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് HCl ഉപയോഗിച്ചാൽ ഇതേ സാധനം നടക്കുക. HCl + Na ചേർത്ത് കഴിഞ്ഞാൽ NaCl + ഹൈഡ്രജൻ എന്നാണ് വരിക. ഓക്കെ, ഇനി ഞാനതൊരു സോഡാമൈഡ് പോലെയുള്ള സോഡാമൈഡ് എന്ന് അതിനെ വിളിക്കാം. ഒരു സാൾട്ട് ഉപയോഗിച്ചാൽ എനിക്ക് അതേ സാധനം തന്നെ ഫോം ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് റിയാക്ഷൻസ് ടെക്സ്റ്റിൻ്റെ അകത്ത് പറയുന്നുണ്ട്, വിച്ച് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് യുവർ ട്രിപ്പിൾ ബോണ്ട് ഈസ് വാട്ട്? അസിഡിക്. ഓക്കെ, ഇത് കൂടാണ്ട് എനിക്ക് ആൽക്കൈനിൽ എന്താ പറയാനുള്ളതെന്ന് അറിയോ? ആൽക്കൈനിൽ ഒരു സ്പെഷ്യൽ ഹൈഡ്രേഷൻ ഉണ്ട്. ആൽക്കൈനിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നൊരു പ്രോസസ് ഉണ്ട്. അത് നല്ല രസമുള്ള റിയാക്ഷൻ. കുറച്ച് ഇമ്പോർട്ടൻസ് അതിന് കൂടുതലാണ്. റിയാക്ഷൻ HgSO4 + H2SO4 in 333 Kelvin. ഇതാണ് റിയേജൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. ട്രിപ്പിൾ ബോണ്ടിലേക്ക് ആക്ച്വലി റിയേജൻ്റ് ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതിൻ്റെ മെക്കാനിസം എല്ലാം കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് വാട്ടർ ആഡ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ Hg2+ H+ ഫോളോഡ് ബൈ ഹീറ്റ് ഇങ്ങനെ ഉണ്ടാവുക. നിങ്ങൾ ചെയ്യേണ്ട അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ എന്താ പറഞ്ഞത്? നമ്മൾ ട്രിപ്പിൾ ബോണ്ടിലേക്ക് നോർമൽ അഡീഷൻ നടത്തിയാൽ എന്താ? ട്രിപ്പിൾ ബോണ്ടിലേക്ക് നോർമൽ അഡീഷൻ നടത്തി കഴിഞ്ഞാൽ മാർക്കോണിക്കോയിട്ട് ആഡ് ആവും. ഓക്കെ, വീണ്ടും നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ വീണ്ടും ആഡ് ആവും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ
നോർമൽ അഡീഷൻ നടത്തുക, Hg2+/H+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പറയാനുള്ള ഇത്രേ ഉള്ളൂ, ആഡ് H and OH in Marconico. ആഡ് H and OH in Marconico. മാർക്കോണിക്കോയിൽ H OH എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഒന്ന് പറഞ്ഞ് എങ്ങനെ വരിക? RC, എടാ നടുക്കിലല്ലേ OH വരിക, ഡബിൾ ബോണ്ട്. ഞാൻ ചെയ്ത് കറക്റ്റല്ലേ നോക്കിയേ? ആണ്. അപ്പോൾ എനിക്കൊരു കോമ്പൗണ്ട് കിട്ടും. എൻ്റെ കോമ്പൗണ്ടിൻ്റെ പേരാണ് ഈനോൾ. ഈനോൾ കോമ്പൗണ്ടിൻ്റെ പേരെന്താ? ഈനോൾ. ഈ ഈനോൾ എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈനോൾ അൺസ്റ്റേബിളാണ്. ഈനോൾ അങ്ങനെ നിൽക്കില്ല. ഈനോൾ റെഡിലി ടോട്ടമറൈസ് ചെയ്യും. ടോട്ടമറിസം ഇതേമോ, ടോട്ടമറിസം എന്നല്ല NCERT പറയുന്നത്, NCERT ഐസോമറൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഐസോമറൈസേഷൻ ഇതേമോ. എങ്ങനെയാണ് ഈ ഐസോമറൈസേഷൻ ചെയ്യാമെന്നറിയോ? ഈനോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡബിൾ ബോണ്ടഡ് ആയിട്ട് 2 കാർബൺ ഉണ്ടാവും. ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് തന്നെ 2 കാർബണിൻ്റെ ഇടയിലാണല്ലോ. ഡബിൾ ബോണ്ടഡ് ആയിട്ട് 2 കാർബൺ ഉണ്ടാവും. അതിലൊരു കാർബണിലാണ് ഈ OH ഉണ്ടാവുക. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ OHൽ H എടുത്തിട്ട് മറ്റേ ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് കൊടുക്കുക. OHൽ H മറ്റേ ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് കൊടുക്കുക. ബോണ്ട് ഓക്സിജനിലേക്കും കൊടുക്കുക. OHൽ H മറ്റേ ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് കൊടുക്കുക. ബോണ്ട് എവിടേക്കും കൊടുക്കുക? ഓക്സിജനിലേക്കും കൊടുക്കുക. ക്ലാരിറ്റി കിട്ടും. കാണിക്കാം, നോക്ക്. ഒന്നുമില്ലടാ, ഇപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ടോട്ടമറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരാളാണുള്ളത്, CH3, COH, ഡബിൾ ബോണ്ട്, CH3. ഇവിടെ H കൂടെ കൊടുത്താൽ മോശമാകുമോ? ഇല്ല, പറ. ഇതൊരു ഈനോളാ. ഇതിനൊന്ന് ടോട്ടമറൈസ് ചെയ്ത് തന്നെ. എന്താ പറഞ്ഞേ? OHൽ H മറ്റേ ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് കൊടുക്കുക. ബോണ്ട് ഓക്സിജനിലേക്ക് കൊടുക്കുക. ആയില്ലേ? പറഞ്ഞേ എന്താ വന്നേ? CH3, C ഡബിൾ ബോണ്ടോ, CH2, CH3. ഓക്കെ, പറഞ്ഞ റെഡിയാണെന്ന്. ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. എൻ്റെ കയ്യിൽ പ്രൊപ്പൈനുള്ള ഒന്ന് സഹായിച്ചു തന്നെ. ഇതിലേക്ക് ഞാൻ Hg2+/ എന്ത് ചേർക്കുന്നു? H+ ചേർക്കുന്നു. Hg2+/H+ ഞാൻ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? എന്താ ഹൈഡ്രേഷനിലാണ് നടക്കണേ. അപ്പോൾ എനിക്ക് ആദ്യം കിട്ടുക OH അവിടെ വരും, ഡബിൾ ബോണ്ട് CH2 ആവും. ഓക്കെ, പിന്നെ ഇത് ടോട്ടമറൈസ് ചെയ്യും. OHൽ H മറ്റേ ഡബിൾ ബോണ്ട് കാർബണിൽ ബോണ്ട് ഓക്സിജനിലേക്ക്. അപ്പോൾ എന്താ വരുന്നത്? CH3, C ഡബിൾ ബോണ്ടോ, CH3. ഓക്കെ, ഈ ഒരൊറ്റ ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതൊരു ടോട്ടോമറിസം അല്ലെങ്കിൽ ഐസോമറൈസേഷനൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ റിയാക്ഷൻ ടെക്സ്റ്റിൻ്റെ അകത്ത് പറയുന്നതാണ്. ഒരു റിയാക്ഷൻ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കൈൻ ഫിനിഷ് ആവും. ഏതാണ് ആ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ, സൈക്ലിക് പോളിമറൈസേഷൻ. ഒന്നുമില്ലടാ, സൈക്ലിക് പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം റിയേജന് മനസ്സിലാക്കി വെക്ക്. Fe/873 Kelvin ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ റെഡ് ഹോട്ട് അയൺ ട്യൂബ് എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ടാവും. റെഡ് ഹോട്ട് അയൺ ട്യൂബ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് ആരാണെന്ന് വിചാരിക്കും? അസറ്റ്ലീനാന്ന് വിചാരിക്കും. ആക്ച്വലി ഇവിടെ 3 മോളിക്യൂളിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ എടുക്കുന്നത് 3 മോളിക്യൂൾ അസറ്റ്ലീനാണെന്ന് വിചാരിക്കും. അപ്പോൾ ടോട്ടൽ എത്ര കാർബണായി? ഞാൻ റിയാക്ഷൻ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം പറയാം. ടോട്ടൽ എത്ര കാർബണായി? 3 മോളിക്യൂൾ എടുക്കണം. ടോട്ടൽ കാർബൺ നോക്കിയിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് പറഞ്ഞാൽ 3 മോളിക്യൂൾ എടുക്കണം. 3 മോളിക്യൂൾ ഒരു ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആയിട്ടുള്ള അസറ്റ്ലീൻ ഞാൻ എടുത്തു. ടോട്ടൽ എൻ്റെ ചോദ്യം അതാണ്, ടോട്ടൽ എത്ര കാർബണായി? 3 ഒരു അസറ്റ്ലീൻ 2 കാർബൺ, അപ്പോൾ 3 × 2 6 കാർബൺ. അപ്പോൾ ഈ സൈക്ലിക് പോളിമറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകണമെന്നറിയോ? ബെൻസീനും മീഥൈൽ ബെൻസീൻസും ആണ് കിട്ടുക. എന്താ കിട്ടുക? മീഥൈൽ ബെൻസീൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറ, ഇതിലിപ്പോൾ ടോട്ടൽ എത്ര കാർബണാണ്? 6 കാർബൺ. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക മക്കളെ? നിങ്ങൾക്ക് കിട്ടുന്നത് ബെൻസീനായിരിക്കും. 6 കാർബൺ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണ്? ബെൻസീനാണ്. ഐഡിയ കിട്ടും. നോക്ക്, അടുത്ത എക്സാമ്പിളിലേക്ക് നോക്കും. എൻ്റെ കയ്യിൽ 2 അസറ്റ്ലീനും ഒരു പ്രൊപ്പൈനും ആണെന്ന് വിചാരിക്കാം. 2 അസറ്റ്ലീനും ഒരു പ്രൊപ്പൈനും. അപ്പോൾ എന്താ അവസ്ഥ? 3 ആയല്ലോ. ടോട്ടൽ 3 കോമ്പൗണ്ട് ആയില്ലേ? ടോട്ടൽ കാർബൺ എത്രയെന്ന് പറഞ്ഞേ? 2 × 2 4 പ്ലസ് 3 7 ആയിട്ടുണ്ട്. അപ്പോൾ 7 ആകുമ്പോൾ ബെൻസീൻ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അത് ടൊളുവിനായിട്ടാ. ഞാൻ പറഞ്ഞല്ലോ, ബെൻസീൻ അല്ലെങ്കിൽ മീഥൈൽ ബെൻസീൻ. ടൊളുവിനായിട്ട്. ഒരൊറ്റ എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. നോക്കടാ, എൻ്റെ കയ്യിൽ ഒരു അസറ്റ്ലീനാൾ 2 പ്രൊപ്പൈൻ ഉണ്ട്. 2 പ്രൊപ്പൈൻ. ടോട്ടൽ 3 ആയോ? 3 ആയി. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ പറഞ്ഞു തരാൻ പറ്റുമോ? പറ്റും. 2 × 3. എത്രയുടെ 2 × 2 × 3 8 അല്ലേ? 8.
8 കാർബൺ ആകുമ്പോൾ മക്കളെ നിങ്ങൾക്ക് ബെൻസീനല്ല കിട്ടുക, ടൊളുവിനല്ല കിട്ടുക, നിങ്ങൾക്ക് ഡൈമീഥൈൽ ബെൻസീനാണ് കിട്ടുക. 1,2 ഡൈമീഥൈൽ ബെൻസീനും കിട്ടും, എല്ലാ വെറൈറ്റിയും കിട്ടും, ഓൾ ഡൈമീഥൈൽ ബെൻസീൻസ് കിട്ടും, 1,3 കിട്ടും, 1,4 ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ പറഞ്ഞ എത്ര ഉള്ളൂ, ടോട്ടൽ കാർബൺ നോക്കിയിട്ട് ഒന്നുകിൽ ബെൻസീൻ അല്ലെങ്കിൽ മീഥൈൽ ബെൻസീനുകളാക്കി മാറ്റും. യു വിൽ ഗെറ്റ് ദാറ്റ്. ഓക്കെ, ഒന്നുകിൽ അത് ബെൻസീൻ അല്ലെങ്കിൽ അത് മീഥൈൽ ബെൻസീൻസ് ആയിരിക്കും. ഓക്കെ, അത്രയാണ് നമ്മുടെ ആൽക്കൈൻ എന്ന് പറയുന്ന തിയറി. നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് നോക്കി നോക്കാം കേട്ടോ. കേട്ടാ, ഇത് നോക്കടാ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളെ പ്രിപ്പറേഷനിൽ പറഞ്ഞ റിയാക്ഷനാണ്. ഏത് റിയാക്ഷൻ? ഞാൻ ബീറ്റ എലിമിനേഷൻ ഓഫ് വിസിനൽ ഡൈഹാലൈഡ് പറഞ്ഞു, എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സെയിം റിയാക്ഷൻ നോക്കടാ. ഇതൊരു വിസിനൽ ഡൈബ്രോമൈഡ് അല്ലേ? ആണ്. ആൽക്കഹോളിക് വെച്ചല്ലേ ചേർത്ത്? തീർച്ചയായിട്ടും ഈ ബ്രോമിനും ഈ എച്ചും പോവും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? CHBr ഡബിൾ ബോണ്ട് CH2 വിനൈൽ ബ്രോമൈഡ് കിട്ടും. വീണ്ടും നമ്മൾ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള സോഡാമൈഡ് ചേർത്താൽ വീണ്ടും എലിമിനേഷൻ നടക്കും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനൽ സ്റ്റേജ് ഇതൊരു ട്രിപ്പിൾ ബോണ്ടർ കോമ്പൗണ്ട് ആവുമെന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഉണ്ട്. നമ്മൾ ഏത് ഓപ്ഷൻ എടുക്കുക? സി ഓപ്ഷൻ എടുക്കും. ഓക്കെയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Which of the following will give 2,2-dibromopropane on reaction with HBr? നല്ല ക്വസ്റ്റ്യൻ. ഞാൻ അങ്ങോട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഈ 2,2-ഡൈബ്രോമോ എന്ന് പറയുന്നത് 2 ബ്രോമിന് 1 കാർബണിലല്ലേ? 2 ബ്രോമിന് 1 കാർബണിലാകുമ്പോൾ അതിന് വിസിനൽ എന്നാണോ ജെമിനൽ എന്നാണോ പറയാ? ജെമിനൽ. ഞങ്ങൾക്ക് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തൊരു കാര്യം നോക്കിയടാ. നിങ്ങൾ HX കോമ്പൗണ്ട് എക്സസ് ആയിട്ട് ട്രിപ്പിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നിങ്ങൾ റീച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതായിരിക്കും? ജെമിനൽ ആയിരിക്കും. ആൽക്കൈനിലേക്ക് HX ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന പ്രൊഡക്റ്റാണ് ജെമിനൽ. ആ ഒരു ബോധമുള്ള ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നു വേണ്ട. ആ ഒരു ബോധമുള്ള പെട്ടെന്ന് ചെയ്യും. എന്ത്? 2,2-ഡൈബ്രോമോ ഫൈൻ, അതാരാ? ജെമിനലാ. അത് HBr വെച്ച് കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആൽക്കൈൻ ആയിരിക്കണം എന്ന ബോധം ആദ്യം വരണം. ഇതിലാണെങ്കിൽ 2 ആൽക്കൈൻ അവർ കൊടുത്തിട്ടുണ്ട്, പ്രൊപ്പെയിൻ ആവണ്ടേ? അപ്പോൾ അത് ഈ തൈനിൽ പറ്റൂലല്ലോ. ഏത് വേണം? ബി വേണം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണമെങ്കിൽ ഞാൻ ആ റിയാക്ഷൻ ഒന്ന് എഴുതാമെന്നുള്ളതാണ്. പക്ഷേ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ അത്ര ഒന്നും എഫേർട്ട് എടുക്കണ്ട എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 2 തവണ നമ്മൾ എന്ത് ആഡ് ചെയ്യാം? എക്സസ് ആഡ് ചെയ്യുമ്പോഴാണ് 2 മാർക്കോണിക്കോവായിട്ട് ജെമിനൽ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി കാണിച്ചാണ്. ഇപ്പോൾ കൺഫേംഡ് ആണ്, ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽക്കൈൻ ഈസ് മോസ്റ്റ് അസിഡിക്? പറഞ്ഞു, ട്രിപ്പിൾ ബോണ്ടിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അസിഡിക് ആയിരിക്കും. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാടാ. ഡി ഓപ്ഷനെ വരിക. കാരണം ദാറ്റ്സ് എ കോമ്പൗണ്ട് വിച്ച് കണ്ടെയ്ൻ 2 അസിഡിക് ഹൈഡ്രജൻ, റൈറ്റ്? നല്ലൊരു ക്വസ്റ്റ്യൻ നോക്ക്. സീക്വൻസ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൽക്കീനാണുള്ളത്. ആൽക്കീനെ വിസിനൽ ഡൈഹാലൈഡ് ആക്കണം. അതായത് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പുറം ബ്രോമിൻ വരണം. അത് നമ്മൾ ആൽക്കീനിൽ പഠിച്ചല്ലോ, ബ്രോമിൻ CCl4 ഉപയോഗിച്ചാൽ മതി. അതിന് വിനൈൽ ബ്രോമൈഡ് ആക്കണം. അതിന് നമുക്ക് ആൽക്കോളിക് വെച്ച് ആഡ് ചെയ്താൽ മതി. ആ വിനൈൽ ബ്രോമൈഡിന് ആൽക്കൈൻ ആക്കണം. അതിന് നമുക്ക് സോഡാമൈഡ് ഉപയോഗിക്കാം. നമ്മൾ പഠിച്ച റിയാക്ഷൻസ് ആടാ. അങ്ങനെ നമുക്ക് അസറ്റ്ലീൻ കിട്ടി. അസറ്റ്ലീനെ ബെൻസീൻ ആക്കണം. അതിനെ സൈക്ലിക് പോളിമറൈസേഷൻ നടത്തണം. അതിന് നമ്മൾ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ പാസ് ചെയ്യണം. ഇതെല്ലാ റിയാക്ഷൻസും നമ്മൾ പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നല്ല വൃത്തിയിൽ പഠിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് കിട്ടും. നോക്കടാ, അതിന് സഹായിക്കേ. ഏത് ഓപ്ഷൻ എടുക്കേണ്ടത്? ബ്രോമിൻ, ആൽക്കോളിക് വെച്ച്. ഓക്കെ, പെർഫെക്റ്റ്. ഡി എടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്താണ്. നമുക്കിനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകേണ്ടത് അരോമാറ്റിക് കോമ്പൗണ്ടാണ്.